ഹൈദരാബാദ് ഏകദിനത്തിൽ ഇന്ത്യക്ക് 12 റൺസ് വിജയം. 350 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലാൻഡ് അവസാന ഓവറിൽ 4 പന്ത് ബാക്കി നിൽക്കെ 337 റൺസിന് പുറത്താവുകയായിരുന്നു. 145 പന്തിൽ ഇരട്ട സെഞ്ചുറി സ്വന്തമാക്കിയ ശുഭ്മാൻ ഗില്ലിന്റെ പ്രകടനമാണ് ഇന്ത്യക്ക് കരുത്തായത്. ന്യൂസിലാൻഡിനായി മൈക്കൽ ബ്രസ്വെൽ സെഞ്ചുറി നേടി. അത്യന്തം നാടകീയമായ രംഗങ്ങൾക്കായിരുന്നു ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ഉയർത്തിയ 350 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലാൻഡ് അവസാന ഓവറിൽ 4 പന്ത് ബാക്കി നിൽക്കെ പുറത്താകുകയായിരുന്നു. 29-ാം ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 131 റൺസ് എന്ന നിലയ്ക്ക് പതറി നിന്ന ന്യൂസിലൻഡിന് മൈക്കൽ ബ്രേസ്വെല്ലും മിച്ചൽ സാന്റ്നറും ചേർന്നാണ് ഉയർത്തെഴുന്നേൽപ്പ് നൽകിയത്. 41-ാം ഓവറിൽ ഇരുവരും ചേർന്ന് കിവികളുടെ സ്കോർ 250 കടത്തി. തകർത്തടിച്ച ബ്രേസ്വെൽ ഷെമിയെറിഞ്ഞ 43-ാം ഓവറിലെ 2ാം പന്ത് സിക്സറോടുകൂടി സെഞ്ചുറി തികച്ചു. 57 പന്തിലാണ് താരത്തിന്റെ 100 റൺസ് പിറന്നത്. 46-ാം ഓവറിൽ സിറാജാണ് 162 റൺസ് നീണ്ട 7ാം വിക്കറ്റ് കൂട്ടുകെട്ട് പൊളിച്ചത്. 45 പന്തിൽ 57 റൺസുമായി സാന്റ്നർ സൂര്യയുടെ ക്യാച്ചിൽ മടങ്ങി. തൊട്ടടുത്ത പന്തിൽ ഹെൻറി ഷിപ്ലി ഗോൾഡൻ ഡക്കായി മടങ്ങി. എന്നാൽ അവസാന ഓവർ വരെ പോരാട്ടം നിർത്താൻ ബ്രസ്വെൽ തയ്യാറായിരുന്നില്ല. 49-ാം ഓവറിൽ 7 പന്തിൽ 8 റൺസുമായി ലോക്കി ഫെർഗ്യൂസനും മടങ്ങി. അവസാന ഓവറിലെ 2ാം പന്തിൽ ബ്രേസ്വെല്ലും വീണതോടെ കിവീസിന്റെ പോരാട്ടം 337 റൺസിന് അവസാനിച്ചു. 4 വിക്കറ്റ് നേടിയ മുഹമ്മദ് സിറാജാണ് ന്യൂസിലാൻഡ് ബാറ്റിംഗ് നിരയുടെ നടുപൊടിച്ചത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യൻ ഓപ്പണർ ശുഭ്മാൻ ഗില്ലിന്റെ ഇരട്ട സെഞ്ചുറിയുടെ കരുത്തിലാണ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 349 റൺസ് നേടിയത്. 149 പന്തിൽ 19 ഫോറും 9 സിക്സറും സഹിതം 208 റൺസ് എടുത്താണ് ഗിൽ ക്രീസിൽ നിന്ന് മടങ്ങിയത്. 49-ാം ഓവറിലെ ആദ്യ 3 പന്തും ഗാലറിയിലെത്തിച്ചാണ് ഗിൽ 200 തികച്ചത്. ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന 5ാം ഇന്ത്യൻ താരമാണ് ശുഭ്മാൻ ഗിൽ. ഇതോടെ ഏകദിനത്തിൽ 200 തികയ്ക്കുന്ന പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടവും ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 1000 റൺസ് കണ്ടെത്തുന്ന താരമെന്ന റെക്കോർഡും ഗിൽ സ്വന്തമാക്കി. തുടർച്ചയായ 2ാം ഏകദിന സെഞ്ചുറിയുമായി ഗിൽ കുതിപ്പ് തുടർന്നപ്പോൾ പഴങ്കഥയായത് മുൻ നായകൻ വിരാട് കോഹ്ലിയുടെ റെക്കോർഡാണ്. ജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ 1-0 ഇന്ത്യ മുന്നിലെത്തി. 21-ാം തീയതി റായ്പൂരിലാണ് പരമ്പരയിലെ 2ാം മത്സരം. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.